GST ഫോർ എക്സാമ്പിൾ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സെക്ഷൻ 12ഉം സെക്ഷൻ 13ഉം അറിയാലോ, ടൈം ഓഫ് സപ്ലൈ എന്നുള്ള സെക്ഷൻ. അതിൽ സബ്സെക്ഷൻ 4 ഉണ്ടായിരുന്നു വൗച്ചേഴ്സിന്റെ. അത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. ഈ വൗച്ചറിന് മാത്രം ഗവൺമെന്റ് ആദ്യം എന്താ വെച്ചാൽ ഒരു സർക്കുലർ ഇറക്കി, ഒരു 10 പേജിന്റെ. പിന്നെ അത് കൺഫ്യൂഷൻ കൂടിയ പൈസ പറഞ്ഞത് പഠിക്കേണ്ട പറഞ്ഞു, വൗച്ചർ പഠിക്കേണ്ട പറഞ്ഞു. അപ്പൊ അത് ഒരുപാട് അനോമലീസ് ഇഷ്യൂസ് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചാൽ ഈ 12 സബ്സെക്ഷൻ 4ഉം 13-4ഉം വൗച്ചറിലെ ആ സെക്ഷൻ തന്നെ ഒമിറ്റ് ചെയ്തു. സെക്ഷൻ ഒമിറ്റ് ചെയ്ത ശേഷം വൗച്ചറിന്റെ ടാക്സബിലിറ്റി ആ ഗുഡ്സ് എന്നാണോ വിൽക്കുന്നത് അന്ന് ടാക്സ് ചെയ്യാൻ തീരുമാനിച്ചു. പണ്ട് ടൈം ഓഫ് സപ്ലൈയിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ കൺഫേംഡ് അറിയാമെങ്കിൽ ആ ടൈം ടാക്സബിലിറ്റി ഉണ്ടായിരുന്നല്ലോ. അതെ. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത് ഗവൺമെന്റ് ഇപ്പോൾ എടുത്തു കളഞ്ഞിട്ട് ഇപ്പോൾ വൗച്ചറിന് പ്രസക്തി ഇല്ലാണ്ടായി. അപ്പോൾ വൗച്ചർ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഉപയോഗിച്ച വാക്കെന്ന് വെച്ചാൽ നെയ്തർ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ സപ്ലൈ ഓഫ് സർവീസ്. ഒരു മണി ഡെഫിനിഷനിലേക്കില്ലേ അതിലേക്ക് പോകുന്നത് വൗച്ചർ. കാരണം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 1000 രൂപ കൂപ്പൺ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് 1500 ഡ്രസ് മേടിക്കാമല്ലോ, എന്നിട്ട് 200 കൊടുത്താൽ പോരെ. കറൻസിയുടെ ഒരു പവറാണ് കിട്ടുന്നത് കൊണ്ട്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് എടുത്തുകൊണ്ട് വൗച്ചർ എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പൊ എടുത്തു കളഞ്ഞു. ഓക്കെ, അതാണ് സാർ ഫസ്റ്റ് വന്ന മാറ്റം. ഓക്കെ.